നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച. ഇന്ന് തിരുവോണമാണ്. ഇന്ന് എല്ലാവർക്കും തിരുവോണ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് വീണ്ടും തുടർച്ചയായ ബാങ്ക് അവധികൾ വരികയാണ്. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കും പൊതു അവധികളും ഒരുമിച്ച് വരുന്നതാണ് ബാങ്കിംഗ് സേവനങ്ങളൊക്കെ തന്നെ ദിവസങ്ങളോളം തടസ്സപ്പെടാനായിട്ട് കാരണം. ബാങ്കുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുക എന്ന 2.5 വർഷത്തോളമായിട്ടുള്ള ശുപാർശ കേന്ദ്ര സർക്കാർ ഇതുവരെ നടപ്പാക്കാത്തത് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത്. ബാങ്ക് യൂണിയനുകളുടെയൊക്കെ തന്നെ സംയുക്ത സംഘടനയായിട്ടുള്ള യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിൻ്റെ UFBUവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് സെപ്റ്റംബർ 11, 28, 29, 30 തീയതികളിലായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കില്ല. ഒക്ടോബർ 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാനും യൂണിയനുകൾ തീരുമാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച സമരം പ്രഖ്യാപിച്ചതോടെ തൊട്ടടുത്ത ശനിയും ഞായറും ചേർന്ന് തുടർച്ചയായിട്ട് 3 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. വിനായക ചതുർത്ഥി, പൊതു അവധിയുള്ള ചില സംസ്ഥാനങ്ങളിൽ തിങ്കളാഴ്ച കൂടി ബാങ്ക് അവധിയായതിനാൽ തന്നെ അവിടെ 4 ദിവസം സേവനങ്ങൾ തടസ്സപ്പെടും. രണ്ടാം ഘട്ടത്തിൽ സെപ്റ്റംബർ 28, 29, 30 അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിലാണ് സമരം നടക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള 4-ാം ശനിയും ഞായറും കൂടി കണക്കിലെടുക്കുമ്പോൾ ആ സമയത്ത് തുടർച്ചയായിട്ട് 5 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. കൂടാതെ പണിമുടക്കിന് മുന്നോടിയായിട്ട് ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ കൃത്യമായ ഡ്യൂട്ടി സമയത്ത് മാത്രമേ ജോലിയെടുക്കൂ എന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഇന്ന് വലിയൊരു ആശ്വാസവും ചികിത്സാ തണലുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് പോലും ഇത് വലിയൊരു തുണയായിട്ട് മാറുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിൽ നിന്നുള്ള കുടിശ്ശിക തുക ലഭിക്കുന്നത് വൈകിയതിനെ തുടർന്ന് ചില സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതി വഴിയുള്ള സൗജന്യ ചികിത്സ താൽക്കാലികമായിട്ട് നിർത്തിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇത് നിർധനരായിട്ടുള്ള രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ഏറെ പ്രയാസത്തിലാക്കിയിരുന്നുവെങ്കിലും ഈ കുടിശ്ശിക തുക മുഴുവനായിട്ട് തീർപ്പാക്കാനായിട്ട് ആവശ്യമായ തുക സർക്കാർ അടിയന്തരമായിട്ട് അനുവദിച്ചതോടുകൂടി പദ്ധതി വീണ്ടും പൂർണ്ണ തോതിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീണ്ടും തടസ്സങ്ങളില്ലാതെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കി തുടങ്ങിയിരിക്കുന്നത്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്കും കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കാൻ ലോട്ടറി വകുപ്പ് മുഖേനയുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി സഹായം ലഭ്യമാക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം സാധാരണ രോഗങ്ങൾക്ക് ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വരെയും, ക്യാൻസർ അല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരെ സംബന്ധിച്ച് 3 ലക്ഷം രൂപ വരെയുമാണ് ചികിത്സാ ധനസഹായമായിട്ട് ലഭിക്കുന്നത്. അടിയന്തര ചികിത്സ ആവശ്യമായി വരുമ്പോൾ ബന്ധപ്പെട്ട ഡോക്ടറുടെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റും ആവശ്യമായ രേഖകളും സഹിതം ലോട്ടറി വകുപ്പിലാണ് ഇതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുകൂടാതെ ഭാവിയിൽ വരാനിരിക്കുന്ന മറ്റൊരു സുപ്രധാന മാറ്റമാണ് 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ സുരക്ഷാ ചികിത്സാ പദ്ധതി. UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് 2027 ഏപ്രിൽ മാസം മുതൽ ഇത് നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ പ്രീമിയം തുക അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ പങ്കാളികളാകാനായിട്ട് കഴിയും. എന്നാൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെയൊക്കെ തന്നെ പ്രീമിയം തുക സർക്കാർ തന്നെ പൂർണ്ണമായിട്ടും വഹിക്കുകയും ചെയ്യും. നിലവിലെ ചികിത്സാ പദ്ധതികൾക്കൊപ്പം തന്നെ ഇത്തരം വലിയ തുകയുടെ സുരക്ഷാ പദ്ധതികൾ കൂടി വരുമ്പോൾ സംസ്ഥാനത്തെ ഓരോ സാധാരണക്കാരനും ഭാവിയിൽ കൃത്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത 5 വർഷത്തേക്കുള്ള 2027 മുതൽ 32 വരെയുള്ള വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിൻ്റെ കരട് മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം സൗരോർജ്ജം സുലഭമായിട്ട് ലഭിക്കുന്ന പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള രാത്രി സമയങ്ങളിൽ പീക്ക് അവേഴ്സിൽ ഉയർന്ന നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ TOD സംവിധാനം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് പദ്ധതിയിടുന്നുണ്ട്. നിലവിൽ പ്രതിമാസം 250 യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ രീതി നിലവിലുള്ളത്. പീക്ക് സമയത്തെ കടുത്ത വൈദ്യുതി ഉപയോഗം അത് കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ സ്വന്തമായിട്ട് ബാറ്ററി സ്റ്റോറേജ് സംവിധാനമുള്ള പുരപ്പുറ സൗരോർജ്ജ ഉൽപ്പാദകർക്ക് പീക്ക് സമയത്ത് നിരക്കിളവ് നൽകുന്ന കാര്യം കൂടി പരിഗണിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സ്ലാബ് അടിസ്ഥാനമാക്കി ഈടാക്കുന്ന ഫിക്സഡ് ചാർജ് രീതി മാറ്റി മീറ്റർ സംവിധാനത്തിലൂടെയുള്ള ആകെ ഉപയോഗം അടിസ്ഥാനമാക്കി ഫിക്സഡ് ചാർജ് നിശ്ചയിക്കാനും ഇന്ധന സർചാർജ് മാസം തോറും കൃത്യമായി പിരിച്ചെടുക്കാനും കരടിൽ ശുപാർശ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വൈദ്യുതി വാങ്ങാനായിട്ട് ചിലവായ തുക കൃത്യമായി ഈടാക്കാൻ കഴിയാത്തതുകൊണ്ട് 2024 വരെ KSEBക്ക് ഉണ്ടായ ഭീമമായിട്ടുള്ള നഷ്ടം
അത് 2031 മുൻപ് നികത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് 2027 മുതൽ ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചു തുടങ്ങുന്നതോടെ വൈദ്യുതി നിരക്കിലൊക്കെ തന്നെ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വൈദ്യുതി വാങ്ങൽ ചെലവ് കുറയ്ക്കാനായിട്ട് KSEB ഊർജിത ശ്രമങ്ങൾ നടത്തണമെന്നും ദീർഘകാല ഇടക്കാല കരാറുകൾക്ക് മുൻകൂർ അനുമതി വാങ്ങണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ പുനരുപയോഗ ഊർജ്ജ ഇടപാടുകൾക്കും വൈദ്യുതി സംഭരണ പദ്ധതികൾക്കുമൊക്കെ തന്നെ ഇളവുകളും അതോടൊപ്പം തന്നെ പ്രോത്സാഹനവും നൽകും. പ്രസിദ്ധീകരിച്ച ഈ കരട് നിർദ്ദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് സെപ്റ്റംബർ 25 വരെ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തുടനീളമുള്ള പെൻഷൻ വിതരണം അത് ഏകദേശം 20% വിജയകരമായിട്ട് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഓണക്കാലത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 19 തീയതി മുതൽ ആരംഭിച്ച പെൻഷൻ വിതരണം അത് ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. തുടർന്നുള്ള ഓഗസ്റ്റ് 19, 20 തീയതികളിലായിട്ട് ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൃത്യമായി എത്തിച്ചേരുകയുമുണ്ടായി. വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ഉൾപ്പെട്ടവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ട് കൈകളിലും തുക നൽകുന്ന രീതിയിൽ ഉത്രാടം ദിനം വരെ വിതരണ നടപടികൾ വളരെ സജീവമായി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് ലഭിക്കേണ്ട തുക ലഭിക്കാനുള്ളവർക്ക് അതായത് പ്രതിമാസം 200, 300, 500 രൂപ വീതമൊക്കെ തന്നെ കുറവ് ലഭിച്ചവരെ സംബന്ധിച്ച് അവർക്ക് മാത്രമാണ് ഇനി ബാക്കി തുക ലഭിക്കാനുള്ളത്. ഈ ബാക്കി തുക ലഭിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഭാഗത്തുനിന്നും ആവശ്യമായ ഫണ്ട് അത് പൂർണ്ണമായിട്ടും അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് മുൻപ് തന്നെ കൈമാറിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന രണ്ടാം ഘട്ട വിതരണത്തിൽ ഈ തുക ഗുണഭോക്താക്കളുടെ ആധാരമായിട്ട് കൃത്യമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. നിലവിൽ തുടർച്ചയായ അവധി ദിവസങ്ങളൊക്കെ തന്നെ വന്നതിനാലാണ് വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവധി ദിവസങ്ങൾക്ക് ശേഷം പെൻഷൻ വിതരണം പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ലഭിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സേവനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചാണ്. നിലവിലുള്ള അറിയിപ്പുകൾ പ്രകാരം ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് സെപ്റ്റംബർ മാസം 30 തീയതി വരെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാത്തവർ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഇത് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ കൃത്യമായിട്ട് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ആളുകളുടെയൊക്കെ തന്നെ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനായിട്ട് അക്ഷയ ജീവനക്കാർ സൗകര്യമൊരുക്കുന്നതായിരിക്കും. ഇതിനായിട്ട് ജീവനക്കാർക്ക് കൃത്യമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ വീടിൻ്റെ ലൊക്കേഷൻ അഡ്രസ്സ് ഇതൊക്കെ സംശയത്തിനിടയില്ലാത്ത വിധം അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ കിടപ്പ് രോഗികൾക്കും യാതൊരു തടസ്സവുമില്ലാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും തുടർന്നുള്ള മാസങ്ങളിൽ തടസ്സമില്ലാതെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റാനും സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ റേഷൻ കടകളുടെയും സപ്ലൈകോ വിൽപ്പനശാലകളുടെയും ഒക്കെ തന്നെ പ്രവർത്തന സമയത്തിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ വിതരണ തീയതികളിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. തിരുവോണ ദിനത്തിലും അതിനുശേഷമുള്ള ദിവസങ്ങളിലും തുടർച്ചയായിട്ട് അവധികൾ വരുന്നതിനാൽ തന്നെ ഈ മാസത്തെ റേഷൻ സാധനങ്ങളും അതോടൊപ്പം തന്നെ ഓണക്കിറ്റും ഇതുവരെ കൈപ്പറ്റാത്തവർ ഈ തീയതികളിൽ തന്നെ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ഓണം പ്രമാണിച്ച് കഴിഞ്ഞ ഞായറാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നതിനാൽ തന്നെ അതിന് പകരമായിട്ട് 3ാം ഓണ ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് 27 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അവധി ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 28 തീയതി മുതലായിരിക്കും കടകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുക. എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളവർക്ക് ഓഗസ്റ്റ് 29, 31 തീയതികൾ മാത്രമായിരിക്കും ഇനി അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. കൂടാതെ അർഹരായവർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ ഓണക്കിറ്റുകൾ ഇനിയും കൈപ്പറ്റാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഓഗസ്റ്റ് 31 വരെ കിറ്റുകൾ വാങ്ങാവുന്നതാണ്. പൊതുവിപണിയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള വിൽപ്പനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുൻകൂറായിട്ട് വാങ്ങാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും വകുപ്പ് ഒരുക്കിയിരുന്നു. ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതോടെ അടുത്ത മാസത്തെ വിതരണ തീയതികളിലുമൊക്കെ തന്നെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായതിനാൽ തന്നെ അന്ന് അവധിയാണ്. സെപ്റ്റംബർ 2-ാം തീയതി നബിദിനം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട അവധിയായതിനാൽ തന്നെ തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. തന്മൂലം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ 3-ാം തീയതി വ്യാഴാഴ്ച മുതലായിരിക്കും ഔദ്യോഗികമായിട്ട് ആരംഭിക്കുക. അതിനാൽ തന്നെ ആനുകൂല്യങ്ങൾ ഇനിയും കൈപ്പറ്റാനുള്ളവർ ഈ വിവരങ്ങൾ ഓർമ്മയിൽ വയ്ക്കുകയും തീയതികൾക്കനുസരിച്ച് റേഷൻ കടകൾ സന്ദർശിച്ച് വിഹിതങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ മുന്നേറ്റത്തിന് പിന്നാലെ 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച സ്വർണ്ണ നിരക്കുകൾ താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 15,010 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 1,20,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്.
സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.